പിടി കിട്ടിയപ്പോഴേ ഒരു ഒറ്റ ഇടി വെച്ചു കൊടുത്തെങ്കിൽ തത്ത പറയുമ്പോൾ അവനെല്ലാം പറഞ്ഞനെ. ഇവിടെ കാരണമാണ് ഞാൻ ഇടിക്കാറുന്നത്. ഇത് കണ്ടില്ലേ, പോത്ത് പോലെ കിടന്നുറങ്ങുന്നു തടിയൻ. എന്റെ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. കണ്ടോ കണ്ടോ അലാറം അടിക്കുന്നേ, കള്ളൻ തന്നെയാ കള്ളൻ. അതിന് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. വല്ല മെക്കാനിക്കൽ ഡിഫക്റ്റും ആയിരിക്കും. പിന്നെ മെക്കാനിക്കൽ ഡിഫക്റ്റ്, നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാണ്. ഈ മുറിയിൽ എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നേ. ശരിയാ, മനുവങ്ങളുടെ അലാറത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഇന്നലെ ഇവിടുന്ന് കാക്ക അറിയപ്പോഴും മനുവങ്ങളുടെ അലാറം അടിച്ചിരുന്നു. പറമ്പിൽ പട്ടി ഉടഞ്ഞപ്പോ അലാറത്തിൽ തീ ഉണ്ടോ അല്ലടാ? പിന്നെ എന്തൊരു തീയായിരുന്നു, അഗ്നിയായിരുന്നു അഗ്നി. അപ്പൊ എന്റെ മുറിയിലാണ് നിന്റെയൊക്കെ കളിയല്ലേ? അല്ലാതെ നീ എങ്ങനെ കാണുന്നേ? ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ എപ്പോഴും എന്തെങ്കിലും തകരാറ് കാണും. അങ്ങനെയൊന്നും അല്ലെന്നേ, നല്ല ഒന്നാം തരം ജർമ്മൻ സാധനമാ. അവന്മാർ വല്ല തറിയുടെയും കാണിച്ചോ? വല്ല വവ്വാലോ നരിച്ചിരോ മറ്റോ ആയിരിക്കും. അല്ലാതെ പിന്നെ മനുവങ്ങളുടെ അലാറം അങ്ങനെ ചുമ്മാ അടിക്കത്തില്ല. എനിക്കൊരു സംശയം. വാ, കള്ള തിരുവാലി. കള്ളന്റെ ഇരിപ്പ് കണ്ട? കള്ളൻ കള്ളൻ സൈക്കിൾ കള്ളൻ കള്ളൻ. ഞാൻ കള്ളനല്ല. കള്ളൻ 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 കള്ളൻ. ഞാൻ കള്ളനല്ലെന്ന് പറഞ്ഞില്ലേ? അത് കളാ. മര്യാദയ്ക്ക് വാതിൽ തുറന്നിട്ടിട്ട് വെന്റിലേഷൻ വഴി ചാടിയ നീ പിന്നെ ആരാ? മഹാത്മാഗാന്ധിയോ? ഞാൻ കേറാൻ തുടങ്ങിയപ്പോ ആ പെണ്ണ് വന്ന് കഥ കടച്ചു. പെണ്ണോ? ഏത് പെണ്ണ്? വെളുത്തിട്ട് മുഖമല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെണ്ണ്. ഉമേരി ആയിരിക്കും. ആന്റി കേക്കണ്ട. നിന്റെ പേരെന്താ? പേരെന്താ? നിന്റെ വീട് എവിടെയാ? എനിക്കിപ്പോ വീടില്ല. പാപ്പയും ഉമ്മയും മരിച്ചപ്പോ ഒരാളെ ഇറക്കി വിട്ടു. എങ്ങനെയാ മരിച്ചത്? മടയില് പാറ പൊട്ടിക്കുമ്പോ മണ്ണിടിഞ്ഞ് വീണ് മരിച്ചു. വഴിക്ക് വീതി കൂട്ടണമെന്ന് പറഞ്ഞ് മുതലാളി കൂടി പൊളിച്ചു കളഞ്ഞു. പട്ടിണി കടന്നു മടുത്തപ്പോ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വെച്ചാ ഇവിടെ വന്നത്. ഒരു പണിയും കിട്ടിയില്ല. പിന്നെ ബസ് പാട്ട് പാടാൻ തുടങ്ങിയത്. ആഹാ, നീ പാട്ടും പാടൂ? പിന്നെ ഞങ്ങളടുത്ത സ്കൂളില് ഞാനായിരുന്നു വലിയ പാട്ടുകാരൻ. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓ, തോനെ കിട്ടിയിട്ടുണ്ട്. സോപ്പ് പെട്ടി, പേന, മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം പാട്ടും കഴിഞ്ഞ് കടത്തന്നെ വന്ന് കിടന്നപ്പോ നീ കള്ളനല്ലടാ എന്ന് പറഞ്ഞ് പോലീസുകാർ ഒന്ന് പിടിച്ചോണ്ടുപോയി. ജയിലിലോട്ടാണോ? ആദ്യം ജയിലില്, പിന്നെ കോടതിയില്, പിന്നെ സ്കൂളിലാക്കി. സ്കൂളിലോ? ആ, ദുർഗുണ പരിഹാര പാഠശാല. അതെന്ത് സ്കൂള്? ദുർഗുണ പരിഹാര പാഠശാല. ചീത്ത പിള്ളേരെ കൊച്ചു കൊച്ചു കള്ളന്മാരെയും പഠിപ്പിക്കുന്ന സ്കൂളാ. സ്കൂളെന്ന് പറഞ്ഞ പുസ്തകവും ഇല്ല, സാറന്മാരും ഇല്ല. തല്ല് മാത്രം മുടങ്ങാതെ കിട്ടും. തല്ല് കൊണ്ടും അടുത്തപ്പോ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് ചാടി. നീ എന്തിനാ ചാടി പോന്നത്? ബീഡി വലി പിടിച്ചതിന്. ആഹാ, അപ്പൊ നീ ബീഡി വലികാരനാണല്ലേ? ഞാനല്ല, മത്തായി. മത്തായിയോ? അതാരാ? എന്റെ ഒരു ചങ്ങാതിയാ. വേണോടാ? നല്ല രസാ. ചിരിച്ചോ ചിരിച്ചോ, നിങ്ങളെ കെട്ടി തൂക്കി ഇടുമ്പോ അറിയാം എന്റെ വേദന.
വണ്ടി ലോക്ക് ചെയ്തിട്ട് താൻ പോയിക്കോ. ശരി. ഒന്നും വേഗം വാടാ ഇങ്ങോട്ട്. അവനെവിടെ? ചത്തോ? ഇല്ല, ഞങ്ങൾ അവനെ കൊന്നു. അവര് തന്നെയാ ബീച്ചിൽ വെച്ച് എന്നെയും ഒട്ടിച്ചത്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നെയും കൊന്നേനെ. അവരുടെ ജീപ്പിൽ കുതിര ഉണ്ടായിരുന്നോ? കുതിരയോ? ആ കുതിര, വെള്ള കുതിര, ആ ജീപ്പിന് മുമ്പിൽ. ആ ഉണ്ടായിരുന്നു, ചാടാൻ നിൽക്കുന്ന കുതിര. ആ ഇപ്പൊ പിടികിട്ടി. ഇവന്റെ മാജിക്കുകൾ തന്നെ ആയിരിക്കും ആള്. പക്ഷെ ആ ബോട്ടിൽ വന്ന പ്രായം ചെന്ന ആളാരാ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഡാനി, നാളെ ഇവനെയും കുട്ടി നോക്കാൻ പുഴക്കര വരെ പോയാലോ? നീ വരാവോ? പേടിക്കണ്ടടാ, ഞാനില്ലേ. വേണ്ട, അവര് ഭയങ്കരന്മാരാ, ചിലപ്പോ കൊല്ലും. പേടിക്കാടാ, ഡാനി അല്ലേ കൂടെ ഉള്ളത്. ഡാനിന്റെ ഇടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഫാൻഡത്തിന്റെ ഇടി പോലെ ഇരിക്കും. കറക്റ്റ്. പിന്നെ ഞാൻ പിടിച്ചോളാം. അവരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം മനു കൊണ്ടോട് പറയാൻ, അല്ലേ? അതെ. നീ വരുവോ? എല്ലാം കഴിയുമ്പോ എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കോ? ഇല്ല, സത്യമായിട്ട്. ഡാനി, വാതിൽ തുറക്കാൻ. എടാ, ഡാഡി ആയിരുന്നോ? എന്താടാ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഞാൻ വിചാരിച്ചു ഡാഡി ആയിരിക്കും. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്ങോ? ഈ പാതിരാത്രിക്കോ? അങ്കിളെ, ഈ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്നിട്ട് വിക്രമാദിത്യ എന്ത് പറഞ്ഞു? വിക്രമാദിത്യൻ പറഞ്ഞു, വേതാളമേ നീ പോവരുത്, പ്രേതലോകത്തേക്ക് പോവരുത്, അത് അപകടമാണ്. ഏ? ആരുടെ കാര്യമാ പറയുന്നേ? വേതാളത്തിന്റെ. വേതാളം? വീട്ടിൽ പോടാ വേതാളമേ. അല്ല, ചെറിയ വേതാളം ഉറങ്ങിയോ? അങ്കിളെ, കഥ. ആ കഥയൊക്കെ ഇനി നാളെ. വീട്ടിൽ പോടാ. ഹലോ ഹലോ, തോമസ് അല്ലേ? ഇത് ഞാനാണ്. എന്താ മുതലാളി? കിരീടവും വാളുമെല്ലാം നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ സാർ. നാളെ തന്നെ നമുക്കത് വിൽക്കാം. சரி சார். ഇന്നും ആ പയ്യൻ രക്ഷപ്പെട്ടു അല്ലേ? ஒரு சின்ன தப்பு நடந்து போச்சு, நான் பிடிச்சிடுறேன் நாளைக்கு. ஹலோ ஹலோ ഹലോ ഹലോ ஹலோ, எவனோ ஒரு மர்டர் ராஸ்கல் நடுவுல பூந்து டிஸ்டர்ப் பண்றான். எவனோ ஒருத்தன். ஹலோ, ഇത് ഞാനാണ്. എന്ത് പറ്റിയതാ? சார், எனக்கு ஒரு சின்ன சந்தேகம். நம்ம பேசுறது எவனோ நடுவுல ஒட்டு கேட்கறான்னு நினைக்கிறேன் நான். ശരിയാണ്, ഇത് അവൻ തന്നെയായിരിക്കും. ഒരു പീറ വയർലെസ് സെറ്റും വെച്ച് അവൻ നമ്മളെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. മിസ്റ്റർ മനു, പേടിച്ചു പോയി അല്ലേ? നീ ആരാണെന്നും നീ എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളെ കുറിച്ചൊരു ചുക്ക് നിനക്കറിയില്ല. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരിക്കൽ നീ ഒന്ന് ഇടപെട്ടു, അനുഭവോർമ്മയുണ്ടല്ലോ. അന്ന് നിന്റെ അച്ഛനെ ഞങ്ങൾ കൊന്നു. മര്യാദയ്ക്ക് ജീവിച്ചു. ഇല്ലെങ്കിൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ചു കളയും. ഓടാ പട്ടി, എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. വിഗ്രഹങ്ങളും കിരീടവും ഒക്കെ നീ നാളെ തന്നെ വിൽക്കും അല്ലടാ? വിൽക്കുവിടാ. ഇല്ലടാ, 24 മണിക്കൂറിനകം നിന്നെയും നിന്റെ കൂട്ടരെയും ഞാൻ അകത്താക്കും. നമുക്ക് കാണാം.